എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് കേക്കുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളും അതുപോലെ നല്ല ടേസ്റ്റും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മുടെ എല്ലാവരുടെ വീടുകളിലും സാധാരണയായി കാണുന്ന നോർമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിതാ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ തണുപ്പ് പോയതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി. ഏകദേശം 1-2 മിനിറ്റ് നേരത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ നീരാണ്. അപ്പോൾ തൊട്ടും തന്നെ വെള്ളം ചേർക്കാതെ എടുത്തിട്ടുള്ള നീരാണ്. ഞാനിപ്പോൾ 1/4 കപ്പോളം നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്ന രീതിയിൽ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അധികം ഒന്നും ബീറ്റ് ചെയ്തെടുക്കണ്ട, ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ചെയ്തെടുത്താൽ മതി. ഞാനിതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഓറഞ്ചിന് പകരം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബുർത്തുകാൽ വേണമെങ്കിലും കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വിസ്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി എന്ത് ചെയ്യുക, കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി അരിച്ചെടുത്തിട്ടുള്ള മൈദമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കേക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നതാണ്. ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിലേക്ക് എന്ത് ചെയ്യണം, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കട്ട കെട്ടാത്ത നമുക്ക് എന്ത് ചെയ്യുക, ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെന്ത് ചെയ്യണം, ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് പ്രഷർ കൊടുത്തിട്ട് കുത്തി ഇളക്കരുത്, പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ടിന്നിലൊരു അല്പം ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ ഇതാ ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാൻ മറക്കരുത്. ശേഷം ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നതാണ്. അപ്പോൾ അതാ കറക്റ്റ് 20 മിനിറ്റിന് ശേഷമാണിത് ബേക്കായി വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഓവനിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തപ്പോൾ ഒന്ന് കൂടിപ്പോയി, അതുകൊണ്ടാണ് ഇതിങ്ങനെ വിള്ളൽ വരാൻ കാരണം. അപ്പോൾ അത് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓറഞ്ചിൻ്റെ നീരും ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കേടുകൂടാതെ 3-4 ദിവസമൊക്കെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.